ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു ഫുഡ് വ്ളോഗായിട്ട് വന്നിട്ടില്ലേ. ഇവിടെ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചീസ് കേക്കാണ്. അതായത് 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വൈറലായിട്ടുള്ള ചീസ് കേക്ക്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. പിന്നെ ഇത് നമുക്ക് വളരെ എളുപ്പത്തിലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചീസ് കേക്കാണ്. ജസ്റ്റ് ഒരു 20-25 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ന്യൂട്രി ചോയ്സിൻ്റെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ലിറ്ററിൻ്റെ പാലെടുത്തിട്ട് അതിൽ നമ്മൾ ഒരു അരമുറി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റൗ ഓണാക്കിയിട്ട് വെക്കുക. അതാണ് നമ്മളെ ഫസ്റ്റ് ഘട്ടം ഇതിൻ്റെ. പിന്നെ നമ്മളെ ചീസ് കേക്കിൻ്റെ 3ാമത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഫ്രഷ് ക്രീമാണ്. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു 20 റുപ്പീസിൻ്റെ 2 ഡയറി മിൽക്ക് ഇതിലായിട്ട് എടുത്തിട്ടുണ്ട്. അതിന് ഈ 4 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ചീസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് എടുക്കാം കേട്ടോ. ഞാനിവിടെ ഡയറി മിൽക്ക് എടുത്തന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ബട്ടറും ഇതിലേക്ക് ആവശ്യമുണ്ടായിന്. പക്ഷേ എൻ്റെ അടുത്ത് ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. പാല് തിളക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് സെക്കൻഡ് ഘട്ടമാണ് നമ്മളെ ബിസ്ക്കറ്റ് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് നല്ലോണം ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ചെയ്ത് എടുത്തതിന് ശേഷം നല്ല ഫൈൻ പൊടിയായിട്ട് അത് കിട്ടണം. ഈ നമ്മൾ ക്രഷ് ചെയ്തെടുക്കുന്ന ബിസ്ക്കറ്റാണ് നമ്മളെ ചീസ് കേക്കിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് കൊടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് ലെയറിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മെൽറ്റ് ചെയ്ത ബട്ടറും കൂടി ആഡ് ചെയ്യാനുണ്ട്. നല്ലോണം അടിച്ചതിന് ശേഷമാണ് ഇത് ആഡ് ചെയ്യേണ്ടത്. പക്ഷെ എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ നെയ്യ് അതിനും ആഡ് ചെയ്ത് വെച്ചിരുന്നു. ഇതുപോലെ നല്ല ഫൈൻ പൊടിയായിട്ട് നമുക്ക് നമ്മളെ ബിസ്ക്കറ്റ് കിട്ടണം. പിന്നെ ഇതുപോലെയുള്ളൊരു കണ്ടെയ്നറിലാണ് ഞാൻ നമ്മളെ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്, ചീസ് കേക്ക്. നിങ്ങൾക്ക് ഗ്ലാസിൻ്റെ എടുക്കുക, നിങ്ങൾ ഇഷ്ടം പോലെ എടുക്കുക. പൊടിച്ച ബിസ്ക്കറ്റ് ഫുള്ളായിട്ട് ആഡ് ചെയ്യണ്ട, കുറച്ച് അവിടെ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. പിന്നെ നമ്മൾ ഈ ഒരു പൊടി നമ്മളെ കണ്ടെയ്നറിൽ ഒട്ടാകെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറൊന്ന് മെൽറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം സ്പൂണ് വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. ബട്ടറും കൂടി ഇടുമെങ്കിൽ നല്ല രീതിയിൽ കിട്ടുമായിരുന്നു എനിക്ക്. പക്ഷേങ്കിൽ ബട്ടർ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ നെയ്യ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ നേരത്തെ ചൂടാകാൻ വെച്ച പാൽ ഏകദേശം ചൂടായി പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്റ്റെയിനർ വെച്ചിട്ട് അരിച്ചെടുത്തിട്ട് നമുക്ക് പനീർ വേർതിരിച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് പനീർ ഇങ്ങനെയെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ നമുക്ക് കടയിലെല്ലാം പോയാൽ പനീർ വാങ്ങിക്കാൻ കിട്ടും, അതുപയോഗിച്ചാലും മതി. പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് ഫ്രഷ് ക്രീം. ഞാൻ ഇവിടെ അമുലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് നമുക്ക് പനീർ കിട്ടുക. ഇതിന് നമുക്ക് നല്ല രീതിയിൽ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം. നമ്മൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഷുഗർ ക്രഷ് ചെയ്തിട്ട് ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം, ഡയറക്റ്റ് ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഞാൻ പിന്നെ ഷുഗർ അധികം പ്രൊമോട്ട് ചെയ്യാത്തതുകൊണ്ട് ഞാനങ്ങനെ ഷുഗർ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, കുറച്ച് ഷുഗർ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അഥവാ നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കമ്പൾസറി ഒന്നുമല്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്യാം. പിന്നെ ഇത് ഞാൻ ആദ്യം ബിസ്ക്കറ്റ് അടിച്ചെടുത്ത അതേ മിക്സിയിൽ തന്നെയാണ് അടിച്ചെടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ
കഴുകി ഇതാക്കിയിട്ടൊന്നുമില്ല. അതേ സംഭവത്തിൽ തന്നെ അടിച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് ഫുൾ ഫ്രഷ് ക്രീം ആവശ്യമില്ല. കുറച്ച് ഫ്രഷ് ക്രീം നമുക്ക് തേർഡ് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. നമ്മളൊരു ചോക്ലേറ്റ് ലെയറും കൂടി വരാനുണ്ട്. അപ്പോൾ കുറച്ച് മാറ്റി വെക്കുക. ബാക്കിയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ലൊരു ഫൈൻ ബാറ്ററായിട്ട് നമുക്ക് കിട്ടും. അടിച്ചെടുത്തതിന് ശേഷം ഞാനതൊരു ബോളിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. ഒരു 10 to 15 മിനിറ്റ്സ് മാറ്റി വെച്ചതിന് ശേഷം ഇതടിച്ചതിന് ശേഷം അതിൻ്റെ സെക്കൻഡ് ലെയർ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആ സെക്കൻഡ് ലെയർ ഫുള്ളും ഫില്ലായതിന് ശേഷം നമ്മളൊരു 5-10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിൽ വെക്കുന്നതാണ് നല്ലത്. പിന്നെ പെട്ടെന്ന് സെറ്റായി കിട്ടും. അപ്പോൾ അത് ഫുള്ള് കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്ക് തേർഡ് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം വെച്ചാൽ നമ്മൾ 2 ഡയറി മിൽക്ക് എടുത്തിട്ടില്ലേ, 2 ഡയറി മിൽക്കും അതുപോലെ തന്നെ നേരത്തെ ബാക്കിയുണ്ടായ ഫ്രഷ് ക്രീമും എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് നമ്മൾ ഈ 2 ഡയറി മിൽക്കും മെൽറ്റ് ചെയ്യണം. അത്യാവശ്യം നല്ല ഹാർഡായിട്ടാണ് ഉണ്ടായിന്. അത് നമുക്ക് രണ്ടും കൂടിയിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം, നല്ല ഫൈൻ ചോക്ലേറ്റ് ആയിട്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക വേണ്ടത്. എന്നിട്ട് രണ്ടും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഒരു ബൗളിലിട്ടിട്ട്. ഇപ്പം നിങ്ങൾ ബാർ ചോക്ലേറ്റ് പോലത്തെ ചോക്ലേറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്താൽ മതി. ചൂടുവെള്ളത്തിൻ്റെ മേലെ ഒരു ചെറിയ ബൗൾ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുത്താലും മതി. ഈ ഒരു ചീസ് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് കാണിച്ചത് എൻ്റെ മോളാണ്. കാരണം ഓക്കിങ്ങനെ ഇതെന്താന്നാവുക ഒന്നും അവൾക്ക് വലിയ ഐഡിയ ഇല്ല. ഞാൻ ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ കാത്ത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുന്നുണ്ടായിന്. പിന്നെ ലാസ്റ്റ് ലെയർ ചെയ്യുമ്പോൾ ഞാനും എൻ്റെ മോളും തമ്മിൽ ചെറുതായിട്ട് കുലുമാലായിട്ടുണ്ടായിന്. ഓക്ക് ഫുള്ള് ചോക്ലേറ്റ് കൊടുക്കാത്തതിന്. ഞാൻ എന്നിട്ട് എങ്ങനെയൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ച് കുറച്ചെല്ലാം ഒക്കെ കൊടുത്ത് ഓളെ സെറ്റാക്കി നിർത്തി. അവളെൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിന് ഇതെന്താ ഉമ്മ ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ചോക്ലേറ്റും നമ്മളെ ഫ്രഷ് ക്രീമും നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായ കണ്ടെയ്നർ എടുത്തിട്ട് നമ്മൾ തേർഡ് ലെയർ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുക്കലും പിന്നെ കേക്ക് ഉണ്ടാക്കലെല്ലാം ആയതുകൊണ്ട് തന്നെ വീഡിയോ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. എവിടെയല്ലോ എന്തെല്ലോ അപാകതകളുണ്ട് വീഡിയോയിൽ, അതൊക്കെ ക്ഷമിക്കുക. ഇൻഷാ അല്ലാ പഠിച്ച് വരുന്നുള്ളൂ, നമുക്ക് സെറ്റാക്കണം. ഈ ഒരു തേർഡ് ലെയർ ആയിട്ടുള്ള ചോക്ലേറ്റ് ലെയറും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫസ്റ്റ് മാറ്റി വെച്ച നമ്മളെ ബിസ്ക്കറ്റിൻ്റെ പൊടിയില്ലേ, അത് നമ്മൾ ചെറിയ രീതിയിൽ ഡെക്കറേഷനായിട്ട് കൊടുക്കുക. ചെറുങ്ങനെ സൈഡിൽ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഞാൻ ചെറുങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിന്. അതുകൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളെ നോ ബേക്ക് ചീസ് കേക്ക് ഇവിടെ ആയിട്ടുണ്ട്. ഇത് വൈറലായിട്ടുള്ള നമ്മളെ ലഞ്ച് ബോക്സ് ചീസ് കേക്ക് അങ്ങനെയുള്ള അറിയപ്പെടുന്ന ഒരു ചീസ് കേക്കാണ്. ഞാനിതിപ്പോൾ കണ്ടെയ്നറിൽ ചെയ്തെന്നുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ള ചീസ് കേക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചീസ് കേക്കാണ്. ഇതിനെ ഒരു സെറ്റാകാൻ വേണ്ടിയിട്ട് 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള ചീസ് കേക്ക് നിങ്ങൾക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. വെറും 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1-2 മണിക്കൂർ എന്തായാലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. വെറുതെ പറയുന്നല്ല മക്കളെ, എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി സിമ്പിൾ റെസിപ്പിയാണ്, നമുക്കൊരു 10-15 മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റും. കുട്ടികൾക്കെല്ലാം പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കാൻ മറക്കരുത് കമൻറ്റ് ബോക്സിൽ. നിങ്ങളുടെ സജഷൻസ് വിലയേറിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ വൈറൽ നോ ബേക്ക് ചീസ് കേക്ക്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.